ഡിസ്പോസിബിൾ ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. പഴയ സ്റ്റീൽ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, യൂസ് ചെയ്യാത്ത പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെടുത്താലും മതിയാവും കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു 3-4 തണ്ട് പനിക്കൂർക്കയുടെ ഇലയും അതുപോലെ തുളസിയുടെ ഇലയും തണ്ടും അതുപോലെ അതിൻ്റെ പൂവും എല്ലാം കൂടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് അതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് നമ്മൾ കമ്പ്യൂട്ടർ സാമ്പ്രാണി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് കത്തിച്ച് വെക്കുക കേട്ടോ. നമ്മൾ അതിനകത്ത് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നീറി വരുന്ന സമയത്ത് നമ്മൾ ഈ ഇലകളെല്ലാം തന്നെ അതിൻ്റെ മുകളിലേക്ക് ആക്കി വെക്കുക. നീറി വരുന്ന സമയത്ത് ഈ ഇലകളും ആ പൂവും എല്ലാം തന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്കാക്കി വെക്കുമ്പോൾ നമുക്കിത് നീറി വരുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് തുളസിയുടെ അതുപോലെ പനിക്കൂർക്കയുടെയും നല്ലൊരു മണം നമുക്ക് കിട്ടും. ഇങ്ങനെ കിട്ടുമ്പോൾ തന്നെ നമുക്ക് വീട്ടിനകത്ത് നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവാനും അതുപോലെ തന്നെ കൊതുകിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കാനും വളരെ നല്ലതാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വീട്ടിനകത്ത് ഇത് പുകയ്ക്കുമ്പോൾ വീട്ടിൽ ഇങ്ങനെ ശ്വാസം മുട്ടുള്ളവർക്കും എന്തെങ്കിലും അലർജി പ്രോബ്ലം ഉള്ളവർക്കൊന്നും ഇതിൻ്റെ സ്മെല്ല് വരുന്നതുകൊണ്ട് ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മണം വരുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും അലർജി പ്രോബ്ലം ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ കൊതുകിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊതുക് ശല്യം പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ ശീമക്കൊന്നയുടെ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇല ഇടുമ്പോൾ നമുക്ക് വീട്ടിനകത്തൊക്കെ പോയിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു മണമായിരിക്കും. തുളസി ആകുമ്പോൾ നല്ലൊരു മണവും നമുക്ക് കിട്ടും, കൊതുക് ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ടും സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.